റോളിംഗ് സാർ. ഷൈൻ്റെ ഒരു സങ്കല്പത്തിൽ ദൈവസങ്കല്പം എങ്ങനെയാണ്, അല്ലെങ്കിൽ ദൈവം എന്താണ് ഷൈൻ? ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? ആക്ച്വലി നമ്മൾ മനുഷ്യരായിരിക്കുന്നത് കൊണ്ടും ഈ രൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ടും ദൈവത്തിന് മനുഷ്യന്റെ രൂപം അല്ലേ? അതെ. ശരിക്കും ആ രൂപത്തിലായിരിക്കുമോ ദൈവം? നമ്മളിപ്പോൾ ഉറുമ്പായിരുന്നെങ്കിൽ ദൈവത്തിന്റെ രൂപം ഉറുമ്പായനെ. നമ്മളിപ്പോൾ ആനയാണെങ്കിൽ ദൈവത്തിന്റെ രൂപം ആനയായിരുന്നേനെ അല്ലേ? എനിക്കറിയില്ല. നമ്മളുടെ ഇപ്പൊ ഏത് രൂപത്തിലാണോ അഹം ഞാൻ, ആ രൂപത്തിൽ തന്നെയാണ് ദൈവം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആക്ച്വലി ദൈവവിശ്വാസികളാണോ ചേട്ടൻ? ദൈവവിശ്വാസിയാണോ? ഈ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടുള്ള വിശ്വാസമാണോ സ്നേഹമാണോ? ദൈവഭയം എന്നാണ് പറയാറ് സാധാരണ. ഗോഡ് ഫിയറിംഗ്, ദൈവഭയം എന്നാണ് എല്ലാവരും പറയാറ്. ഭയമാണ് ദൈവത്തിന്. അതായത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ താല്പര്യമില്ല. ആർക്കും താല്പര്യമില്ലല്ലോ. മരിച്ച പോണത് ദൈവത്തിന്റെ അടുത്തേക്കല്ലേ? ഇഷ്ടം ദൈവന്റെ അടുത്തേക്ക്. മരിക്കാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്ന കാര്യം. അപ്പൊ ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മുടെ നാട്ടിലെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവഭയത്തിൽ നിന്നുണ്ടായതും ദൈവത്തിന്റെ അടുത്തേക്ക് പോവാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തതുമാണ് അല്ലേ? അതെ. സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാണ്. വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം പ്ലീസ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കോ സാമീപ്യത്തിലേക്കോ എത്താനല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ ഒരു മതങ്ങളും പഠിപ്പിക്കുന്നില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. നന്നായി ജീവിച്ചാൽ കുറെ കാലം ഇവിടെ ജീവിക്കാം പഠിപ്പിക്കണം. അപ്പം മോശമായിട്ട് ജീവിക്കുന്ന കുറച്ച് ഞങ്ങളെ പോലുള്ളവരല്ലേ ദൈവത്തിനെ ശരിക്കും സ്നേഹിക്കുന്നവര്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? നമ്മൾ ഇപ്പം എന്നോട് പറയും, നീ എന്തിനാണ് ഈ വലിച്ച് സ്വയം ശരീരം കേടാക്കുന്നതെന്ന്. ശരീരം കേടായാൽ പെട്ടെന്ന് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താം. അതായത് ഡെയിലി നന്നായി ജീവിച്ച് ഹെൽത്തൊക്കെ നോക്കി ദൈവത്തിൻ്റെ അടുത്ത് ദൈവമേ എനിക്ക് നല്ലെല്ലാം തരണേ, അനുഗ്രഹങ്ങൾ തരണേ, ആയുസ് തരണേ. എടാ നിനക്ക് ആയുസ് വേണം, അപ്പം എൻ്റെ അടുത്തേക്ക് വരുന്നില്ലേ എന്ന് ദൈവം ചോദിച്ചാൽ എന്താ ചെയ്യുക നമ്മൾ? അയ്യോ അത് വേണം, ദൈവം അവിടെ ഇരുന്നോ, ഞാൻ അവിടെ ഇരുന്നോളാം അല്ലേ? അത്രേ ഉള്ളൂ നമ്മുടെ വിശ്വാസം അല്ലേ? നമ്മൾ സ്നേഹത്തിന്റെ കരങ്ങൾ നീട്ടുമ്പോ നമ്മെ വെല്ലുവിളിക്കുകയാണവർ. എനിക്കിപ്പോ അവരെ കാണണം, എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. മതി. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല.